ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനം ഇനിയും നീളും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗ് സെഷൻസ് കോടതി പരിഗണിച്ചില്ല. മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയ കേസ് NIA കോടതി പരിഗണിക്കുമെന്ന് സെഷൻസ് കോടതി വ്യക്തമാക്കി. അതേസമയം ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ലെന്ന BJP നേതാക്കളുടെ വാദം തള്ളുന്ന കോടതി ഉത്തരവും പുറത്തുവന്നു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ബജ്റംഗ് ദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർച്ചയായ രണ്ടാം വട്ടവും ജാമ്യാപേക്ഷ നൽകിയിട്ടും കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉള്ളതിനാൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്നാണ് സെഷൻസ് കോടതിയുടെ നിലപാട്. മനുഷ്യക്കടത്ത് കേസ് ബിലാസ്പൂരിലെ NI കോടതി പരിഗണിക്കുമെന്നും മറ്റു കേസുകളിൽ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ദുർഗ് സെഷൻസ് കോടതി വ്യക്തമാക്കി. ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ കോടതിക്ക് പുറത്ത് ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. ജാമ്യ നിഷേധത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. കന്യാസ്ത്രീകളുടെ നീതിക്കൊപ്പം നിൽക്കേണ്ട സമയമാണെന്നും ആദ്യം നീതി ലഭിക്കട്ടെ എന്നിട്ടാകാം ചായകുടിയെന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അധ്യക്ഷൻ ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് ബാവ വ്യക്തമാക്കി. ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. കേരളത്തിൽ നിന്നുള്ള LDF UDF MPമാരുടെ സംഘം ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ശ്രമം തുടങ്ങിയതോടെ ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് ബജ്റംഗ് ദൾ ജയിലിന് മുന്നിൽ വിദ്വേഷ വിഷം തുപ്പി പ്രകടനം സംഘടിപ്പിച്ചു. BJP കേരള ഘടകമടക്കം കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ശ്രമിക്കുമ്പോഴാണ് സംഘപരിവാർ സംഘടന തന്നെയായ ബജ്റംഗ് ദളിന്റെ വർഗീയ പ്രതിരോധം. കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും നിർബന്ധിത മതപരിവർത്തനം നടത്തിയതിനാണ് അറസ്റ്റ് എന്നു തന്നെയാണ് ഛത്തീസ്ഗഡിലെ BJPയുടെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ നിലപാട്. ഇന്ന് 11 മണിയോടെ ഇടത് MPമാരുടെ സംഘം ദുർഗ് ജയിലിലെത്തി കന്യാസ്ത്രീകളെയും ഒപ്പം അറസ്റ്റിലായ സഹായിയായ യുവാവിനെയും സന്ദർശിച്ചു. ബൃന്ദ കാരാട്ട്, CPI നേതാവ് ആനി രാജ, MPമാരായ ജോസ് കെ മാണി, K രാധാകൃഷ്ണൻ, AA റഹീം എന്നിവരുൾപ്പെട്ട സംഘമാണ് ജയിലിലെത്തിയത്. കന്യാസ്ത്രീകൾ അനുഭവിച്ച മാനസിക പീഡനത്തിന്റെയും നീതി നിഷേധത്തിന്റെയും ആൾക്കൂട്ട വിചാരണയുടെയും വിശദാംശങ്ങൾ പ്രതിനിധി സംഘത്തിലെ ഓരോരുത്തരും മാധ്യമങ്ങളോട് പങ്കുവച്ചു. ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള BJP സർക്കാരിന്റെ വിഷലിപ്തമായ അജണ്ടയുടെ ഭാഗമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. പോലീസിന്റെ മുൻപിൽ വെച്ച് ബജ്റംഗ് ദളുകാർ കന്യാസ്ത്രീകളിൽ ഒരാളെ അപമാനിച്ചു. ആദിവാസി പെൺകുട്ടികളിൽ ഒരാളെ ബജ്റംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ചു. The young Adivasi girls were beaten up. One of the nuns was insulted, humiliated, intimidated. She had to hear the most filthy abuse. And today the nuns are asking, are we not citizens of India? We are ashamed. ഭരണകൂടം കാണിച്ച അനീതിയാണിതെന്ന് ജോസ് കെ മാണി MP. വാക്കുകൾ കൊണ്ട് അവർ നേരിട്ട അപമാനം പുറത്തു പറയാൻ സാധിക്കില്ല. തിരുവസ്ത്രം ധരിച്ച് സന്യസ്തർക്കും വൈദികർക്കും രാജ്യത്ത് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇവിടെ കണ്ടത് വളരെ വലിയൊരു അനീതിയാണ്. ആ അനീതി നടത്തിയത് ആൾക്കൂട്ടമല്ല, പക്ഷേ ഇവിടുത്തെ ഭരണകൂടമാണ് ഈ അനീതി നടത്തിയിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല. ജയിലിൽ കഴിയുന്ന 2 കന്യാസ്ത്രീകളുടെയും ആരോഗ്യസ്ഥിതി മോശമെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം ആനി രാജ പറഞ്ഞു. സന്ധിവാതത്തിന്റെ പ്രശ്നമുള്ള കന്യാസ്ത്രീകളെ തറയിലാണ് കിടത്തുന്നത്. അവരെ തറയിലാണ്, ആർത്രൈറ്റിസ് ഉള്ള ഇവരെ തറയിലാണ് കിടത്തുന്നത്. അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. ആരോഗ്യം അവരുടെ നല്ലതല്ല. ജയിലധികാരികളോട് ഞങ്ങൾ പറഞ്ഞത് അവരെ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുപോകണം, വൈദ്യസഹായം നൽകണമെന്ന് പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിങ്ങിപ്പൊട്ടിയാണ് കന്യാസ്ത്രീകൾ സംസാരിച്ചതെന്ന് AA റഹീം MP പറഞ്ഞു. തങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന് തൊഴുകൈകളോടെ അവർ ചോദിച്ചുവെന്നും റഹീം. അവർ തൊഴുകൈകളോടെ സഖാവ് വൃന്ദയോടും ഞങ്ങളോടും ചോദിച്ചത് എന്താണ്? ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഞങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ഈ സേവനം ചെയ്യുന്ന ഞങ്ങളെ, നിങ്ങൾക്കിടയിൽ ഈ ഞങ്ങളെ എന്തിനാണ് ഇത് ആവർത്തിച്ചു പറഞ്ഞ് ഈ സിസ്റ്റർമാർ ഞങ്ങളുടെ മുമ്പിൽ വിതുമ്പാണ്. ഹൃദയം പൊട്ടി വേദനിക്കുകയാണ്.
ഇന്നലെ സന്ദർശന സമയം കഴിഞ്ഞു എന്ന ജയിൽ ചട്ടം പറഞ്ഞ ഇടത് എംപിമാരെ കന്യാസ്ത്രീകളെ കാണാൻ ജയിൽ അധികൃതർ അനുവദിച്ചിരുന്നില്ല. കന്യാസ്ത്രീകളെ കാണാനായി CBCI സംഘവും ഛത്തീസ്ഗഡിലെത്തി. അറസ്റ്റിനെതിരെ ഇന്നും ശക്തമായ പ്രതിഷേധം തുടർന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. വിഷയം KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ലോക്സഭയിൽ ഉന്നയിച്ചു. Now what is happening? Last 5 days, these 2 innocent nuns are in jail. Without any reason. Without any reason. What a cruelty this is. If the country is a banana republic, without any reason you are keeping them in the jail. ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, ക്രൈസ്തവർക്ക് രക്ഷയില്ല, കന്യാസ്ത്രീമാർക്ക് ജനസേവനം നടത്താൻ അവസരം കൊടുക്കുന്നില്ല. KPCC രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് ദുർഗ് ജയിലിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 100% ये धर्मांतरण का ही मामला है. जब इसको तह तक जाएगा तो मालूम चलेगा ये इसका पूरा खेल धर्मांतरण के पीछे यही है. मानव तस्करी और धर्मांतरण सब लगा हुआ है. മതം മാറ്റാൻ ശ്രമിക്കുന്നവരെ ഇനിയും തല്ലുമെന്നാണ് കേസിലെ പരാതിക്കാരിയായ ബജ്രംഗ് ദൾ പ്രവർത്തക ജ്യോതി ശർമ്മ പറഞ്ഞത്. मैं अपनी बच्चियों से बात कर सकती हूँ. मैं इस देश की नागरिक हूँ, तो ये मेरा अधिकार बनता है. अगर जहाँ गलत हो रहा है पुलिस नहीं है तो क्या हम समाज वाले हिंदू समाज आवाज ना उठाएं? पुलिस का इंतजार करते रहेंगे क्या? എന്നാൽ BJP ബന്ധമുള്ള അഭിഭാഷകൻ രാജ്കുമാർ തിവാരിയാണ് കന്യാസ്ത്രീകൾക്കായി സെഷൻസ് കോടതിയിൽ ഹാജരാകുന്നതെന്നാണ് വിവരം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.